ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ വാഡക്റ്റിന് മുകളിലാണ്. അതെ, മതിലകം ബൈപ്പാസിലെ വാഡക്റ്റിന്റെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. വാഡക്റ്റ് പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടില്ല, പക്ഷേ റോഡ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തോ ഭംഗി. ഈ ഭാഗത്ത് വെള്ളപ്പൊക്ക ഭീഷണി ഉള്ളത് കൊണ്ടാണ് 1.2 കിലോമീറ്റർ നീളത്തിലുള്ള ഈ ഒരു വാഡക്റ്റോടെ വന്നിരിക്കുന്നത്. മതിലകം ബൈപ്പാസിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ. ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടില്ല. റോഡിന്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. റോഡ് മാർക്കിങ്ങിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തോ സുഗന്ധം ഇതിലൂടെ ഇങ്ങനെ പോകാൻ. എസ്.എൻ. പുരം ഭാഗത്തേക്ക് ആ വളഞ്ഞു പൊളഞ്ഞു പോയിരുന്ന സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നേരെ ഈ ഒരു വാഡക്റ്റിന് മുകളിലൂടെ പോകുന്നത്. ഗതാഗതത്തിനായി പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടില്ല, പക്ഷെ അറിയുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ ദേശീയപാതയുടെ പണികൾ ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ബാക്കിയുള്ളത്. ചാവക്കാട് ബൈപ്പാസ്, വില്യംസിൻ്റെ ആ ഭാഗം, അതേപോലെ ചേറ്റുവ ഭാഗം, പിന്നെ മൂന്നുപീടിക ഭാഗം, അങ്ങനെ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ദേശീയപാതയുടെ പണികൾ ഇനി തീരാനുള്ളൂ. അതുകൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ കോഴിക്കോട് മുതൽ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വരെ നമുക്ക് ഈ ഒരു ഹൈവേയിലൂടെ സുഖമായിട്ട് സഞ്ചരിക്കാം. ഒരു വർഷത്തിനുള്ളിൽ തൃശ്ശൂർ ജില്ലയിലെ പണികൾ പൂർണ്ണമായിട്ടും തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു.